ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു റിക്രിയേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ ബല്ലു വേൾഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് 2000 മേലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു ഗ്രോത്ത് ഒക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാനുണ്ട്. ചെറിയ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾക്ക് എപ്പോഴും അതിനുള്ള പ്രചോദനം നൽകുന്നത്. അപ്പൊ നിങ്ങൾക്കെല്ലാം വലിയൊരു താങ്ക്സ് പറയണം ആദ്യം തന്നെ. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പോയിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഓള് അമർത്താനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയും കൂടിയാണല്ലേ അത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പ്രത്യേകിച്ച് വേറെ ഒരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആളുകൾ ഫ്രൂട്ട്സുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഏത് കൺട്രിയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുന്ന രീതിയുണ്ട്. അങ്ങനെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ്, അപ്പം അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്, അത് എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. സത്യം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും വിചാരിക്കുവാണ്, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന വിചാരിക്കുവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഒരു റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു ടേസ്റ്റ് നമ്മൾ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ രീതിയിൽ എടുക്കുക. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം കേട്ടോ. ദിസ് ഇസ് ജാസൺ ലോയിസ് ഫ്രം ഡബ്ലിൻ ബല്ലു വേൾഡ്. അപ്പം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പം നമ്മൾ പറഞ്ഞ കണ്ടന്റിലുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് വളരെ കുറച്ച് ഫ്രൂട്ടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ കത്തി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മുറിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തുള്ള റോബസ്റ്റയുടെ ബനാന ടൈപ്പാണ്. അതിന്റെ വേറൊരു വേർഷനാണെന്ന് തോന്നുന്നത്. മഞ്ഞ ടൈപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ച ടൈപ്പ് അല്ല, ആ ടൈപ്പ് അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. മഞ്ഞ ടൈപ്പ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന പേരിന്റെ ഒരു മഞ്ഞ ഒരു മോഡലാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ആപ്പിളുകൾ പല ടൈപ്പുകൾ നമുക്ക് കിട്ടാറുണ്ട് ഇവിടെ. പച്ച ആപ്പിൾ, പച്ച നിറമുള്ള ആപ്പിൾ കിട്ടാറുണ്ട്. പച്ചയും മഞ്ഞയും കൂടെ കലർന്ന രീതിയിലുള്ളൊരു കളറാണ് കേട്ടോ. അപ്പം ബനാന നമുക്ക് അതാണ് അവൈലബിൾ ആയിട്ട്. പിന്നെ പേര് നമ്മൾ കണ്ടു കഴിഞ്ഞു, മഞ്ഞ ഇത്. പിന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ആപ്പിളുണ്ട്. ഞാൻ ആദ്യം കാണിച്ച പോലെ പച്ച ആപ്പിളുണ്ട്. പിന്നെ ഇവിടുത്തെ രീതിയിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ടുള്ള ആ ഒരു ചുമപ്പും കൂടെ കലർന്ന രീതിയിലുള്ള ആ ഒരു ആപ്പിളും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കുള്ളത് മാൻഡ്രിൻസ് ആണ്. മാൻഡ്രിൻസിന്റെ ചെറിയ ഒരു വേർഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വളരെ കുറച്ച് ഫ്രൂട്ടുകൾ ഞാൻ കിട്ടുള്ളൂ, ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് കിവി. പിന്നെ നമ്മുടെ അടിപൊളി ഗ്രേപ്സ്, നല്ല അടിപൊളി ഗ്രേപ്സ് ആണ് കേട്ടോ. അപ്പം ഇത്രയാണ്. മാംഗോ നമുക്ക് കിട്ടിയില്ല. മാംഗോ സാധാരണ കിട്ടുന്നതാണ്. മാംഗോയും പോമിഗ്രാനറ്റും കൂടെ നമുക്ക് സാധാരണ കിട്ടുന്നതാണ്. പക്ഷെ അത് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. അപ്പം ഇത്രയും ഫ്രൂട്ട്സുകളൊക്കെയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബനാനയാണ് ഞാൻ ആദ്യം എടുക്കാൻ പോണേ. ഈ ബനാന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റോബസ്റ്റയുടെ ഇതുണ്ടല്ലോ, അതിൽ നിന്ന് ടേസ്റ്റിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ വീട്ടിലൊക്കെ ഉണ്ടാവണ കൂട്ടുള്ള ടേസ്റ്റ് ഒന്നും അത്ര. അപ്പം ബനാന ഞാൻ അങ്ങനെ പൊളിച്ചു തന്നിട്ടുണ്ട്. ഇത് അത്ര അങ്ങ് പഴുത്തിട്ടില്ല, പക്ഷെ എന്നാൽ കൂടിയും പഴുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ റോബസ്റ്റയുടെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലും, വളമൊക്കെ ഉണ്ടാകുന്ന നമ്മൾ വീട്ടിലുണ്ടാകുന്ന കൂട്ട് നല്ലൊരു മണമൊക്കെ ഉണ്ട്. അത്ര ഒന്നുമില്ല ഇത്. ഇവിടെ ഉണ്ടാവുന്നതാണോ കയറി വരുന്നതാണോ എനിക്ക് അറിയില്ല. ഇവിടെ ഉണ്ടാവാൻ വഴിയില്ല, കയറി വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ഒരു ബനാനയൊക്കെ അത്ര ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. 10 എടുക്കുവാണെങ്കിൽ നമുക്കൊരു 7 മാർക്ക് കൊടുക്കാം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഷോപ്പുകളിൽ നമ്മുടെ നാട്ടിലത്തെ ഏത്തപ്പഴം കിട്ടും. അതുപോലെ തന്നെ വേറെ 1-2 പഴങ്ങളൊക്കെ കിട്ടാറുണ്ട്. മറ്റേ കദളി ഉണ്ടല്ലോ, നമ്മുടെ ചുമന്ന രീതിയിൽ ചാരപ്പൂവെന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ നമ്മുടെ ബനാന നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഏകദേശം ഒരു 7 മാർക്കൊക്കെ നമ്മൾ 10 കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയും ടേസ്റ്റ് ആണ് നമുക്ക് അതിനകത്ത് ഉള്ളത്. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുന്തിരിങ്ങയാണ് കേട്ടോ.
മുന്തിരിങ്ങയുടെ നല്ല വലിയൊരു കുലയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിന്റെ പേര് ഇത് ആക്ച്വലി സീഡ്ലെസ് ഗ്രേപ്സ് ആണ്, റെഡ് സീഡ്ലെസ് ഗ്രേപ്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരമാണ്. നമ്മുടെ നാട്ടിലേക്ക് കിട്ടണേക്കാളൊക്കെ ഒരുപാട് നല്ല റിച്ച് ആയിട്ടുള്ള നല്ല മധുരമുണ്ട്. ഓഫ്കോഴ്സ് നല്ല തണുപ്പാണ്, അതുപോലെ നല്ല മധുരവും. ഒരു സീഡ് പോലില്ല, സീഡ്ലെസ് ആണ്, സീഡൊന്നുമില്ല. ഒരു പിങ്ക് കളറാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മുന്തിരിങ്ങയ്ക്ക് നമ്മുടെ റെഡ് സീഡ്ലെസ് ഗ്രേപ്സ് നമുക്കൊരു 10 രൂപ കൊടുക്കാം. നല്ല അടിപൊളി സാധനം കേട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത് നമുക്കിവിടെ ഇതെടുക്കാം. ഇതെങ്ങനെയുണ്ടോ നോക്കാം. മുറിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല, മിക്സ് കടിച്ച് കഴിച്ചാൽ ആവശ്യമുള്ളൂ. അപ്പൊ ഇത് ഒരു യെല്ലോ ടൈപ്പ് കളർന്ന ഒരു കളറാണ്. നല്ല സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പക്ഷെ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന പോലത്തെ നല്ല ജ്യൂസി ആയിട്ടുള്ളതും അല്ലെങ്കിൽ എന്താ പറയുക എപ്പോഴും ഇവിടെ വരുന്ന ഞെങ്ങില്ലാത്ത ടൈപ്പിലാണ് ഇവിടെ സാധനം വരുന്നത്. അങ്ങനെ ഞാൻ കണ്ടേക്കുന്നത്. ഏകദേശം ഒരു $2.99 ഒക്കെ ആയതിന്. ഇതൊന്നും ശരിക്കും പഴുക്കാത്ത ടൈപ്പാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല. നാട്ടിലൊക്കെ സബർജിലിന്റെ ഒക്കെ വേറെ വെറൈറ്റി ആണിത്. നമുക്ക് പിയറിന് ആക്ച്വലി മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 ഒരു 5 കൊടുക്കാനുള്ളൂ. അത്ര ടേസ്റ്റ് ഒന്നുമില്ല. അത്രേ കൊടുക്കാനുള്ളൂ. കുഴപ്പമില്ല, മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് ഒക്കെ നല്ലതാണ്. ഒത്തിരി മധുരമൊന്നുമില്ല, ചെറിയൊരു മധുരമുള്ളൂ. അങ്ങനെ കുഴപ്പമില്ല. 5 മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നല്ല വെറൈറ്റീസ് നമുക്ക് ഓസ്ട്രേലിയയിൽ നന്നായിട്ട് കിട്ടും. നല്ല അടിപൊളി വെറൈറ്റീസ്. ഇവിടെ അങ്ങനെ നല്ല വെറൈറ്റീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും. കുഴപ്പമില്ല. എന്നാലും അപ്പോൾ നമ്മുടെ പിയർ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കുഴപ്പമില്ല. ഞാൻ ആദ്യം പറഞ്ഞ 5 മാർക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ഈ റെഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന പോലെ തന്നെ ആപ്പിളിന്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കാം. നല്ലൊരു മണമൊക്കെ ഉണ്ട്. നല്ല ആപ്പിൾ എപ്പോഴും നല്ല ഉണ്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൈസ് നമ്മളെ മാർക്കുകളോ ഒന്നുമില്ല. നല്ല പ്യുവറായിട്ട് ഫ്ലഷ് ഒക്കെ നല്ല വൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലുള്ള ആപ്പിളാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ജ്യൂസിയാണ്, റിച്ചാണ്, ടേസ്റ്റുമുണ്ട്. ഒരൊറ്റ കേടില്ല, ഉള്ള അടിപൊളിയാ. അപ്പൊ നമ്മുടെ റെഡ് ആപ്പിളിന് നമ്മൾ ഏകദേശം 10 കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലഷ് ഉണ്ട്, നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് അത്ര നല്ല മാർക്ക് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ മാൻഡ്രിൻസ് ആണ്. കത്തിയിട്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറി പെട്ടെന്ന് ഒളിഞ്ഞു വരുന്ന ടൈപ്പാണ് കേട്ടോ. ജസ്റ്റ് തൊണ്ടിന് വളരെ കട്ടി കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ അത്രയും കട്ടിയൊന്നുമില്ല, വളരെ കട്ടി കുറവാണ്. നല്ല മധുരമുണ്ട്. തിന്ന് നോക്കിയതാണ് ഞാൻ അതിന് മുന്നേ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. നല്ല മണം, നാരോ കാര്യങ്ങളൊന്നും ഒത്തിരി ഇല്ല. നല്ല ഇതില്ല, അടിപൊളിയാണ്. കുഞ്ഞനാണ്, പക്ഷെ നല്ല ഇതാ. ടേസ്റ്റ് ചെയ്യാം. പൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞൻ മാൻഡ്രിൻസ് നമ്മൾ കൊടുക്കാൻ പോണ 10 കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല മധുരം, ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ ടൈപ്പ് ഓഫ് ആപ്പിൾ, നമ്മുടെ പച്ച ആപ്പിളില്ലേ. പച്ച എന്ന് പറയുമ്പോൾ ഒരു പച്ചയും മഞ്ഞയും കൂടെ കലർന്ന ഒരു കളറാണ്.
അതിൻ്റെ ഒരു പീസ് ഭയങ്കര ജ്യൂസിയാണ്. കഴിച്ചോളൂ. അടിപൊളിയാണ്. അതേപോലെ തന്നെ ഒട്ടും കേടൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി നല്ല അടിപൊളി ആപ്പിളാണ്, പൊളിയാണ്. നമ്മുടെ ഈ ആപ്പിളിന് ആദ്യം കാണിച്ച നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഉണ്ടല്ലോ, ഗ്രീനും മഞ്ഞളുടെ കൂടി കലർന്ന ആ ഒരു ആപ്പിളിനും നമുക്ക് 10 തന്നെ കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല ഫ്ലഷും നല്ല ജ്യൂസിയാണ്, അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? കിവിയാണ് നമ്മൾ ഒന്നും ചെയ്യാത്തത്. കിവി എനിക്ക് അത്ര ഇഷ്ടമെന്നുള്ള സാധനമല്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കിവി ഫ്രൂട്ട് നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന സാധനമാണ്. അപ്പം അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ഞാൻ കഴിച്ചിട്ടുള്ള സാധനമാണ്. അപ്പം അത് നമുക്ക് കഴിക്കാം. നല്ല ഗ്രീൻ കളറാണ്. ടേസ്റ്റ് ഞാൻ ജസ്റ്റ് നോക്കാം. ഞാൻ സാധനം മേടിക്കാറില്ല, അപ്പൊ ഇതിന്റെ ഒരു ആവശ്യം വേണ്ടി മാത്രമായിട്ട് ഞാൻ മേടിച്ചാണ്. ഇപ്പൊ നമ്മുടെ കിവിയുടെ ഫ്രൂട്ട് നമ്മൾ തിന്ന് കഴിഞ്ഞ ഒരു ചൊറിച്ചിലുണ്ട് തിന്നുമ്പോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സാധനമല്ല അത്. ഇവിടെ എന്തായാലും കിവി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിലെ മധുരമൊന്നുമില്ല, ചെറിയ ഒരു മധുരമുള്ളൂ. അപ്പൊ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 കൊടുക്കാം 10. അത്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. അപ്പം ഈ കാണിച്ച ഫ്രൂട്ട്സുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആപ്പിൾ തന്നെയാണ്. ആപ്പിൾ നല്ല ടേസ്റ്റാണ് ആക്ച്വലി. ആപ്പിളും മാൻഡറിൻസും നല്ലതാണ്. അപ്പൊ അതിനാണ് ഞാൻ മാർക്ക് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇതുപോലുള്ള കുറെ അധികം ഫ്രൂട്ട്സുകൾ നമ്മൾ ഇടയ്ക്കൊക്കെ മാറി കിട്ടാറുണ്ട്. ഇപ്പം മാങ്ങ കിട്ടാറുണ്ട്, പോമിഗ്രാനൈറ്റ് കിട്ടാറുണ്ട്. അങ്ങനെയാണ് മാറി. പിന്നെ നമ്മുടെ നാട്ടിലത്തെ എന്ത് പഴമാണത്, നാട്ടിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പൊ അതിന്റെ പേരും കറക്റ്റായിട്ട് മറന്നു. അതിവിടെ കിട്ടും, ഇടയ്ക്ക് കിട്ടാറുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ഈ ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, ചക്ക അല്ലെന്നുണ്ടെങ്കിൽ ഡൂറിയാൻ അങ്ങനെയുള്ള സാധനം ഇവിടെ കിട്ടത്തേ ഇല്ല. പറഞ്ഞാൽ ചക്ക നമുക്ക് ഇന്ത്യൻ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇരിക്കാൻ കാണാം. അത് വലിയ അളിഞ്ഞു പൊളിഞ്ഞൊക്കെ ഇരിക്കുന്ന സാധനമായിരിക്കും, വലിയ ഇതൊന്നുമില്ല. അപ്പൊ അതിന് പകരമായിട്ട് ചക്കയുടെ ചിപ്സ്, നമുക്ക് പഴുത്തതിന്റെ ചിപ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഞാൻ അത് മേടിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വളരെ കുറഞ്ഞ ടൈപ്പുള്ള ഫ്രൂട്ട്സിന്റെ അവൈലബിലിറ്റി നമുക്കിവിടെ കിട്ടാറുള്ളൂ. വെറൈറ്റീസ്, ഞാൻ അതാണ് ഉദ്ദേശിച്ച വെറൈറ്റീസ്. അപ്പൊ നമുക്ക് ചൊറിയുന്നു അത് കഴിച്ചിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ജസ്റ്റിൻ ലൂയിസ് ഒരു ഫ്രൂട്ടിന്റെ എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുവാണ്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ദിസ് ഇസ് ജസ്റ്റിൻ ലൂയിസ് സൈനിങ് ഓഫ് ഫ്രം ഡബ്ലിൻ മല്ലു വേൾഡ്.